യുധിഷ്ഠിരന്റെ രാജസൂയം നടത്തുവാനായി ആദ്യം തന്നെ ഇല്ലാതാക്കേണ്ടത് ജരാസന്ധനെ ആകുന്നു. ശക്തനായ ഒരുവനാകുന്നു, അതിനാൽ തന്നെ അവനെ ഇല്ലാതാക്കണം എന്നുള്ള ശ്രീകൃഷ്ണന്റെ വാക്യം. തുടർന്ന് ശ്രീകൃഷ്ണ, അർജുന, ഭീമന്മാർ ജരാസന്ധന് അടുക്കലേക്ക് പുറപ്പെട്ടു. അവിടെ ആ മഗന്ധയിൽ ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചു. ഹംസനും ഡിംബകനും അനുയായികളോടുകൂടി വധിക്കപ്പെട്ടു. ഇനി ജരാസന്ധന്റെ ഊഴം. രാജധർമ്മം പാലിക്കുവാൻ ജരാസന്ധൻ കിരീടം താഴെ വെച്ചുകൊണ്ട് മുടിക്കെട്ട് മുറുക്കി. കരയോട് ഏറ്റുമുട്ടുന്ന കടൽ പോലെ എഴുന്നേറ്റ് ഭീമപരാക്രമനായ ഭീമനോട് ജരാസന്ധൻ പറഞ്ഞു, ഭീമ, ഞാൻ നിന്നോട് പൊരുതുവാൻ ആഗ്രഹിക്കുന്നു. ശ്രേഷ്ഠനാൽ തോൽപ്പിക്കുന്നതാണ് അഭികാമ്യം എന്ന് പറഞ്ഞുകൊണ്ട് വലൻ ശക്രനോട് പോരാടുന്നത് പോലെ പോരാട്ടം ആരംഭിച്ചു. ഭീമൻ ജരാസന്ധനോട് പരമോത്സാഹത്തോടെ കൈകൊണ്ടുള്ള ദ്വന്ദ്വയുദ്ധത്തിൽ ഏർപ്പെട്ടു. ആദ്യമായി പരസ്പരം കെട്ടിപ്പിടിച്ചു, പിന്നെ കാൽക്കൽ കുമ്പിട്ടു, കക്ഷങ്ങളാൽ കക്ഷങ്ങൾ ബന്ധിപ്പിച്ചു. ഉടനെ കൊട്ടിയാർത്തു. ചുമലിൽ കൈകൾ കൊണ്ട് തട്ടി വീണ്ടും വീണ്ടും അടിച്ചു. അംഗങ്ങൾ തമ്മിൽ പിരിയുന്ന സമയത്ത് വീണ്ടും ആർത്തു. കൈ പൊക്കി നീക്കി, നീട്ടി, താഴ്ത്തി. പിന്നെ ഖണ്ഡങ്ങൾ തമ്മിൽ മുട്ടിച്ച് ഇടുത്തി പോലെ പാറിച്ചു. കൈകൊണ്ട് ചുറ്റി, കാലുകൊണ്ട് ആഞ്ഞു ചവിട്ടി. പൂർണ്ണ കുംഭം ഉപയോഗിച്ച് അവർ നെഞ്ചും കൈകൊണ്ടും തള്ളി. മദഹസ്തങ്ങളെപ്പോലെ ആർത്തു, മേഘങ്ങളെപ്പോലെ അലറി. ബാഹുക്കളായ ആയുധങ്ങൾ കൊണ്ട് അവർ പരസ്പരം ശക്തിയാൽ അടിച്ചു. അന്യോന്യം ലാക്ക് നോക്കുന്നു. ക്രൂര സിംഹങ്ങളെപ്പോലെ വലിച്ചടിച്ചു പോരാടി. മെയ് കൊണ്ട് മെയ് അമർത്തി, കൈകൊണ്ട് കൈയമർത്തി, പിന്നോട്ട് വാങ്ങി, കൈയോങ്ങി രണ്ടുപേരും ഓതിരം അടിച്ചു. അടിക്കഴുത്ത്, വയർ എന്നിവ നോക്കി തള്ളി. അതിൽ വിട്ട് ഉഗ്രമായ തണ്ടലൊടിയുമാറ് മോഹിക്കുമാറ് പൂർണ്ണകുംഭം, അതായത് ശ്വാസരോധനം കൈകൊണ്ട് നടത്തി. തൃണപീഠം ചെയ്തു. പിന്നെ മുഷ്ടികൾ പൂർണ്ണയോഗങ്ങളിൽ ചെയ്തു. ഇരുപേരും കടീപാശ്വത്തിൽ നന്നായി തല്ലി. ഇങ്ങനെയുള്ള അടവുകൾ അവർ തമ്മിൽ നടത്തി. ഇപ്രകാരം പോരാടുമ്പോൾ ഇത് കാണുവാനായി പുരവാസികൾ അസംഖ്യം അവിടെ എത്തിച്ചേർന്നു. ശൂദ്രന്മാരും സ്ത്രീകളും വൃദ്ധരും കുട്ടികളും അവിടെ എത്തി. ജനങ്ങൾ വന്നു തിങ്ങിക്കൂടി. ആ പ്രദേശം ഇടമില്ലാതായി. ഭീമനും ജരാസന്ധനും തമ്മിൽ അടിയും തട്ടും തടവുമായി. വജ്രവും പർവ്വതവും എന്ന വിധം രണം ഭീഷണമായി. രണ്ടുപേരും ബലം കൊണ്ട് സംഹൃഷ്ടന്മാരായി. മഹാബലന്മാരാണ്. തമ്മിൽ പഴുതു നോക്കി ജയിക്കുവാൻ മുതിരുകയാണ്. അവർ ആൾക്കൂട്ടത്തിലേക്ക് കയറി. വൃദ്ധവാസന്മാരാകുന്ന ആ ശക്തന്മാരുടെ ആ രണത്തിൽ പ്രകർഷണം, ആകർഷണം, അനുർഷണം, വികർഷണം എന്നിവയാൽ ആകർഷിച്ച് മുട്ടുകൊണ്ടിടിച്ച് മഹാഘോഷങ്ങൾ ഉണ്ടാക്കി. തമ്മിൽ കട്ടിയുള്ള കല്ലുകൾ കൊണ്ട് ഇടിക്കുന്ന മട്ടിൽ ഘോരമായി അടിച്ചു. മാറി വിരിഞ്ഞവരും കൈകൾ നീണ്ടവരും പോരിൽ വൈദഗ്ധ്യമുള്ളവരുമാണ് ഇവർ. ഇങ്ങനെ കാർത്തിക മാസം 1-ാം തീയതി മുതൽ ഭക്ഷണം കഴിക്കുവാൻ കൂടി പോരാട്ടം നിർത്താതെ രാപ്പകലവർ പോരാടി. ത്രയോദശി വരെ അവർ ഒപ്പം പൊരുതി നിന്നു. 14-ാം നാൾ രാത്രി ജരാസന്ധൻ ക്ഷീണിച്ചു. ജരാസന്ധൻ ക്ഷീണിച്ച് പിന്മാറിയത് കണ്ട് മാധവൻ ഭീമവീര്യനായ ഭീമന് ഓർമ്മ നൽകും വിധം ഇപ്രകാരം പറഞ്ഞു, ഭീമ, ശത്രു ക്ഷീണിച്ചിരിക്കുന്നു. രണത്തിൽ പീഡ്യനല്ല. വളരെയധികം പീഡിപ്പിച്ചാൽ പ്രാണൻ വെടിഞ്ഞെന്ന് വരാം. ഇവൻ പീഡനല്ലെന്നെങ്കിൽ ഹേ കൗന്ദേയ, അവനിൽ ശേഷിച്ച ശക്തി, തുല്യശക്തി മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൈകൊണ്ട് പൊരുതുക. കൃഷ്ണൻ പറഞ്ഞത് കേട്ട് ശത്രുക്കൾക്ക് ഭീകരനായ ഭീമൻ ജരാസന്ധന്റെ രൂപവും അവസ്ഥയും മനസ്സിലാക്കി കൊല്ലുവാൻ ഒരുങ്ങി. അജയേനായ ജരാസന്ധനെ കൊല്ലുവാൻ കുരുനന്ദനും ബലിഷ്ഠനുമായ വൃഹോദരൻ സർവശക്തിയും ആരംഭിച്ച് ഒരുങ്ങി. ജരാസന്ധവധത്തിന് വർദ്ധിച്ച ബലത്തോടുകൂടിയ വൃഹോദരൻ യദുനന്ദനായ കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, കച്ചകെട്ടി എതിർത്ത് നിൽക്കുന്ന ദുഷ്ടനായ ഇവനെ വെറുതെ വിടുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനു മറുപടിയായി കൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു, ജരാസന്ധവധം ഇനി താമസിച്ചുകൂടാ. നിന്റെ ദിവ്യമായ ശക്തിയും വായുബലവും നീ കാണിച്ചു കൊള്ളുക. ഇനി താമസിക്കേണ്ട.
കൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ഭീമൻ ജരാസന്ധനെ എടുത്തുപൊക്കി. ആ ബലവാനായ മഹാബലൻ ഭീമൻ 100 വട്ടം ചുറ്റി താഴെയിട്ട് മുട്ടുകൊണ്ട് കുത്തി. തണ്ടല്ലൊടിച്ച് ഭയങ്കരമായൊന്ന് അലറി. പിന്നെ കൈകൊണ്ട് കാൽ പിടിച്ച് 2ആയി ചീന്തി. ഞെരിയുന്ന ജരാസന്ധന്റെയും അലറുന്ന ഭീമന്റെയും ഭയങ്കരമായ ശബ്ദം സർവ്വദിക്കിലും ഭീഷണമായി. മാഗന്ധന്മാരൊക്കെ ത്രസിച്ചു. സ്ത്രീകളുടെ ഗർഭം അലസി. ഭീമ ജരാസന്ധന്മാരുടെ ഭീമമായ ശബ്ദം കേട്ടപ്പോൾ ഹിമവാൻ പൊട്ടിത്തകരുവാണോ ഭൂമി പിളർക്കുവാണോ എന്ന് മാഗന്ധന്മാർ ഭയപ്പെട്ടു. ഭീമനിസ്വനം അത്ര ഭയങ്കരമായിരുന്നു. അങ്ങനെ ജരാസന്ധൻ എന്ന ശക്തനും ക്രൂരനുമായ ആ രാജാവിനെ ഭീമൻ ദ്വന്ദ്വയുദ്ധത്തിൽ വധിച്ചു.